ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം പറഞ്ഞു തന്നിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മകനുണ്ടായിരുന്നു. വലിയ ഇഷ്ടവാ പൊന്നുമോനോട്. എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കും. അങ്ങനെയാണല്ലോ വാപ്പയും മക്കളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ്. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, തന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നല്ലതുപോലെ നോക്കിക്കൊള്ളണം. ഗൾഫിൽ പോകുമ്പോ അവസാന യാത്ര പറയുമ്പോ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഭാര്യയോട് പറയും, നോക്കിക്കൊള്ളണം എന്റെ മക്കളെ. അല്ലേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ട് യാത്ര തുടർന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ മോന് പനി വന്നു. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല, കൂടുകയാ ചെയ്യുക. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല, പനി ഇങ്ങനെ കൂടുകയാ. അവസാനം കൂടി 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 തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു. വീട്ടിൽ ആരുമില്ല, ഭർത്താവില്ല, ഉമ്മു സുലൈം മാത്രമാ വീട്ടിലുള്ളത്. വീടിനകത്ത് കുറെ നേരം ഇരുന്ന് കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. മഹാനായ നബിയനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞു, നബി എന്റെ മകൻ മരിച്ചുപോയി. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ് പറ ഉമ്മു സുലൈം. നബി തങ്ങൾ എന്തേ പറഞ്ഞേ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, പടച്ച റബ്ബിന്റെ തീരുമാനമാണ് നിന്റെ പൊന്നാര മകനെ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ക്ഷമിക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്നാ ലില്ലാഹി പറയാൻ. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് പറ. അല്ലാഹുവിന്റെ തീരുമാനമല്ലേ. ക്ഷമിക്കും മുസ്ലിം, ക്ഷമിക്കും മുസ്ലിം. അല്ലാഹു നിനക്ക് പ്രതിഫലം തരും ഉമ്മു സുലൈം. അല്ലാഹു നിനക്ക് പ്രതിഫലം തരും ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഭർത്താവ് നാട്ടിലില്ല നബിയേ, എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുളിപ്പിച്ചു കബറടക്കാറ്. അങ്ങനെ തന്റെ പൊന്നാര മകനെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ അവിടുന്ന് കുളിപ്പിക്കുകയാ. അവിടുന്ന് കഫം പൊതിഞ്ഞു. പടച്ചവനെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ്. പടച്ചവനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് വല്ലാത്ത പ്രയാസത്തിലാ. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഉമ്മു സുലൈമിനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വീടിനകത്ത് കിടന്ന് കരയുകയാ. വീടിനകത്ത് കിടന്ന് കരയുകയാ. എന്തിനാ കരയുന്നതെന്നറിയോ? തന്റെ പൊന്നാര മകനെ സ്നേഹിക്കുന്ന ഭർത്താവ് നാളെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പൊന്നു മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. നാളെ മകൻ ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. എന്ത് ചെയ്യും പടച്ചവനെ? മകനെ ചോദിക്കുമ്പോ എന്തു പറയും പടച്ചവനെ? ഉമ്മു സുലൈം വല്ലാത്ത പ്രയാസത്തിലാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ്. പടച്ചവനെ, വീട്ടിലേക്ക് സലാം പറഞ്ഞു കടന്നു വന്നു. വീടിനകത്ത് കയറിയപ്പോഴേ അബൂ തൽഹ ചോദിച്ചു, മകനെവിടെ? എന്റെ പൊന്നുമോനെവിടെ? അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. പടച്ചവനെ, അബൂ തൽഹയ്ക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, അല്ലാഹ്, ഭർത്താവ് പോയിട്ട് കുറെ നാളുകളായി. എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ. സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തേക്ക് വിളിച്ചു കയറ്റി. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ തലവച്ചിട്ട് ഉമ്മു സുലൈം കിടക്കുകയാ. അപ്പോഴാണ് മോനെ, ദീനുള്ള പെണ്ണ്
പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞത് വെറുതെയല്ലടാ. അല്ലാഹുവേ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് കേറി വന്നപ്പോഴേ മകൻ മരിച്ചെന്ന് പറഞ്ഞില്ല. കടിക്കാ ഭക്ഷണം കൊടുത്തു. അവസാനം കിടപ്പറയിൽ വിളിച്ചു കയറ്റി ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു കൊടുത്തു. നെഞ്ചത്ത് കിടന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, തൽഹാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എനിക്കൊരു സംശയമുണ്ട്. എന്തേ ഉമ്മു സുലൈം, ആരെങ്കിലും അമാനത്തായൊരു വസ്തു നൽകിയാൽ, ആരെങ്കിലും അമാനത്തായൊരു വസ്തു നൽകിയാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ? ദീനുള്ള പെണ്ണങ്ങനെയാടാ, ദീനുള്ള പെണ്ണങ്ങനെയാണ്. അവിടെ ഉമ്മു സുലൈമിന്റെ ചോദ്യം കേട്ടപ്പോ അബൂ തൽഹ പറഞ്ഞു, പെണ്ണേ ഉമ്മു സുലൈം, അമാനത്തായി തന്നത് ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ. അത് നമ്മുടെ ബാധ്യതയല്ലേ, അത് നമ്മുടെ ബാധ്യതയല്ലേ. ഉമ്മു സുലൈം കരയുകയാ. അതുവരെ പിടിച്ചിരുന്നത് മുഴുവനും അങ്ങ് കൈവിട്ടു പോവുകയാണ്. ഉമ്മു സുലൈം നിലവിളിക്കുകയാണ്, എന്തേ പെണ്ണെ കരയുന്നത്? തൽഹാ, അല്ലാഹ് അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച മോനെ അല്ലാഹ് തിരിച്ചെടുത്തു. അബൂ തൽഹാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം അങ്ങ് തളർന്നു പോവുകയാ. പൊന്നുമകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ താങ്ങാൻ പറ്റിയില്ല. പടച്ചവരെ, മിണ്ടാതെ ഇരിക്കുകയാണ്. കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. ആര് സമാധാനിപ്പിക്കുമെന്നറിയില്ല. അബൂ തൽഹ തങ്ങൾ ഒരുപാട് കരഞ്ഞു. പിന്നെ വിഷമം എന്തിനെന്നറിയോ? വീട്ടിലേക്ക് വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ മകൻ മരിച്ച വാർത്ത വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഭക്ഷണം തന്നില്ലേ. എന്നെ നീ കിടപ്പറയിൽ വിളിച്ചു കയറ്റിയില്ലേ ഉമ്മു സുലൈം? സഹിക്കാൻ കഴിയുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകുകയാണ്. വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. എനിക്കിനി അവളോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ കാര്യം ചോദിച്ചു. അബൂ തൽഹ തങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഇതുപോലെ ഒരു സാലിഹത്തായ പെണ്ണിനെ അല്ലാഹ് നിനക്ക് ഭാര്യയായിട്ട് തന്നില്ലേ? ഇതുപോലെ ഒരു പെണ്ണിനെ അല്ലാഹ് നിനക്ക് തന്നില്ലേ? എന്തേ അബൂ തൽഹ? ഏത് പെണ്ണിനാടോ സ്വന്തം മക്കളും മരിച്ചാ താങ്ങാൻ പറ്റുക? ഏത് ഉമ്മയ്ക്കാ ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം 30 ഒഴിവാണ്. ഏത് ഉമ്മയ്ക്കാ സഹോദരാ? ഏത് ഉമ്മയ്ക്കാ മുസ്ലിമേ? ഉമ്മയ്ക്ക് പകരം വെക്കാൻ ആരെയും പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാര് ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റമദാനിന്റെ അവസാനം എത്തിയപ്പോ പടച്ച റബ്ബിന്റെ ഒരു പരീക്ഷണം വന്ന് ശരീരം മുഴുവനും സുഖമില്ലാതെ വേദനയില്ലാതെ ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാരാണെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. എനിക്ക് സുഖമില്ലാതെ ഞാൻ എന്റെ വീട്ടിൽ ശരീരം മുഴുവനും വല്ലാത്ത പ്രയാസത്തിലിരിക്കുമ്പോ എന്റെ ഉമ്മ എന്റെ അടുക്കൽ വന്നു, മോനെ, ശരീരം മുഴുവനും മരുന്ന് തേച്ചു തന്നത് എന്റെ ഉമ്മയാണ്. പടച്ചവനെ, ഓരോ മനുഷ്യനും ഇന്നത്തെ കാലത്ത് രോഗം പടരുമെന്ന് പറഞ്ഞു പേടിച്ചു മാറുമ്പോ എന്റെ ശരീരം മുഴുവനും ചിക്കൻ ബോസുള്ള രോഗം വന്നു. വേറെ ഒരുപാട് പരീക്ഷണങ്ങൾ. 8 ശരീരത്ത് കടിച്ച് ശരീരം മുഴുവനും പൊട്ടി വേദന സഹിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ പോലും പോകാതെ പള്ളിയിൽ നിന്നപ്പോ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വരണം. എന്റെ ഉമ്മയ്ക്ക് ആ രോഗം വന്നിട്ടില്ല. ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഉമ്മയ്ക്ക് പകരമാരാ ശരീരം മുഴുവനും മരുന്ന് തേച്ച് തന്ന് എന്റെ അടുക്കൽ ഉറങ്ങാതെ രാത്രി വന്ന് നോക്കിയിരുന്ന ഉമ്മ. ഒരു ഉമ്മയ്ക്ക് പകരം പറ്റാൻ വേറെ ലോകത്തൊരാൾക്കും കഴിയില്ല. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി ചോദിക്കുകയാ, ഏത് പെണ്ണിനാ
സഹിക്കാൻ പറ്റുക? ഏത് പെണ്ണിനാ സഹിക്കാൻ പറ്റുക? നിനക്കല്ല ഇതുപോലെ ഒരു ഭാര്യയെ തന്നില്ലേടാ അബൂ തൽഹ. ക്ഷമിക്കല്ലാന്റെ തീരുമാനമാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടതില് അല്ലാഹു നിനക്കൊരാൺകുഞ്ഞിനെ തരും. നിനക്കൊരാൺകുഞ്ഞിനെ തരും. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് അബൂ തൽഹ. അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി പറഞ്ഞു കൊടുത്തു. അല്ലാഹു നിനക്കൊരാൺകുട്ടിയെ തരും. 9.5 മാസം കഴിഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമാണ് പറയുന്നത്. അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവേ, അബാ ഉമ്മു സുലൈം അവിടുന്ന് പ്രസവിക്കുകയാണ്. ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അബൂ തൽഹ വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കല്ലേ എന്റെ പൊന്നുമോന്, പാല് കൊടുക്കല്ലേ. തന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചപ്പോ ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. സന്തോഷം തന്നു നബിയെ, അല്ലാഹു എനിക്ക് സമ്മാനം തന്നു നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ മടിയിൽ വെച്ചു. അവിടുന്ന് ബാങ്ക് കൊടുത്തു. അവിടുന്ന് ഇഖാമത്ത് കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈത്തപ്പഴം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചു. അല്ലാഹുവിന്റെ റസൂൽ തന്നെ തന്റെ കൈ കൊണ്ട് വായിലെ തേച്ചു കൊടുത്തു. അവിടുന്ന് മധുരം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പേരിട്ടു അബ്ദുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് തന്നെ പേരിട്ടല്ലോ. എന്തൊരു ഭാഗ്യവാ മനുഷ്യ, എന്തൊരു ഭാഗ്യവാ മനുഷ്യ. പടച്ചവനെ, ഇത്രയും വലിയ ഭാഗ്യമാർക്കാവുള്ളത്? അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമല്ലേ? ചരിത്രം വായിച്ചു നോക്ക്. ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിളായി. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന പൊന്നുമോൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിളായി. പ്രായപൂർത്തിയായി. അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കള് ജനിച്ചു. 11 മക്കള് ജനിച്ചു. ആ 11 മക്കളും ഹാഫിളായി. ആ 11 മക്കളും ഹാഫിളായി. അവരുടെ പരമ്പരകൾ പോലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവരായെന്ന് ചരിത്രം പറയുമ്പോ ഒരു കുടുംബം മുഴുവനും അല്ലാഹുവിന്റെ അഹിലുകാരായി. അല്ലാഹുവിന്റെ കുടുംബക്കാരാണല്ലോ. അല്ലാഹുവിന്റെ ഖാസായവരാണ് അഹ്ലുൽ ഖുർആൻ. ഖുർആനിന്റെ ആൾക്കാര് അല്ലാഹുവിന്റെ പ്രത്യേക അതിഥികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, പടച്ചറപ്പിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, എന്ത് ചെയ്താലും വന്നതിനെ തട്ടിക്കളയാൻ കഴിയില്ല. വന്നത് വന്നല്ലോ. എന്ത് ചെയ്താലും പടച്ചവനെ തട്ടി മാറ്റാൻ കഴിയില്ലല്ലോ. പിന്നെ കഴിയുന്നത് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യ്, അവിടുന്ന് ക്ഷമിക്ക്.